ஆருயிரே பார்த்ததாரும் இல்லையே, புலரும் காலை பொழுதை முழுமதையும் பிரிந்து போவதில்லையே, நேற்று வரை நேரம் போதவில்லையே, உனதருகே நேரம் போதவில்லையே, எதுவும் பேசவில்லையே, இன்று ஏனோ எதுவும் தோன்றவில்லையே, இது எதுவோ இரவும் விடியவில்லை, வந்து വിടിந்தாൽ പകലും മുടിവതില്ലേ. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ പണികൾ തുടങ്ങി. വേറൊന്നുമല്ല, ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പാച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു പാച്ചുവിൻ്റെ കൂടെ കളിക്കാനായിട്ട്. അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞ് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ ഇങ്ങനെ ഇറങ്ങാം. ചാക്കോയും നേരത്തെ എഴുന്നേറ്റു. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ താഴെ വന്ന് എൻ്റെ രാത്രിത്തെ പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ചാക്കോടെ ടി വി കണ്ട് പാച്ചു ഒരു മൂലയ്ക്ക് കിടക്കുന്നുണ്ട്. ഞാൻ ഇത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ദോശമാവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വറുത്തരച്ച് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ചേഞ്ച് ഉണ്ട്, എപ്പോഴും ഒരേപോലത്തെ ചിക്കൻ കറി വെക്കുന്നതിനേക്കാളും ഭേദം വറുത്തരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ പാട്ടൊക്കെ വെച്ചിട്ട് കാണുകയാണ്. അപ്പോൾ വറുത്തരച്ച കറിയുടെ റെസിപ്പി ഇനി എന്തായാലും എല്ലാവരും ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം വറക്കാൻ വേണ്ടി ഇടുന്നത് കേട്ടോ. കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പൂ ഇട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ റീതിങ്ക് ചെയ്തു, ഇത് വേണോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്ന്. ഞാൻ നോക്കിയപ്പോൾ സ്ഥിരം ഒരു കറി ഉണ്ടാക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു ചേഞ്ച് വേണ്ട. ഇവിടെ ചേഞ്ചസ് ഇഷ്ടമാണ്. സ്ഥിരം ഒന്നിൽ സ്റ്റിക്ക് ഓണായി നിൽക്കുന്നതിലും ബെറ്റർ മാറി മാറി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ദോശയുടെ കൂടെ ചിക്കൻ കറി അടിപൊളി ഒരു കോംബോ ആണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെ സൂപ്പറാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇഡ്ഡലി മീൻ കറിയും അതൊക്കെ അടിപൊളി കോംബോ ആണ് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വറക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ വേണോ വേണ്ടയോ എന്നൊക്കെ ആയിരുന്നു. ഇതെന്താ ഇങ്ങനെയൊന്നും നോക്കണ്ട, നമ്മൾ തേങ്ങ ചിരണ്ടുമ്പോൾ ഡാഡി ഇങ്ങനെ കഴന്ന് വരുന്നത് ഇങ്ങനെ എടുത്ത് ബോക്സിലാക്കി വെക്കും. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വറുത്തിട്ട് അരയ്ക്കും, എന്നാൽ പിന്നെ ഈ കറിക്ക് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും അരിഞ്ഞു പൊക്കോളൂല്ലോ. അപ്പോൾ അതേ മസാല ഇട്ടിട്ടുണ്ട്. മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടാണ് വറക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കരിവേപ്പില ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോളയൊക്കെ ഞാനിവിടെ അരിഞ്ഞൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ വറുത്ത് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലൊഴിക്കുമ്പം അതിൻ്റെ കളറ് തന്നെ മാറും, അതിൻ്റെ മണവും മാറും, ഒക്കെ മാറും കേട്ടോ. കരിഞ്ഞു പോവാണ്ട് നോക്കുക, അതാണ് എനിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം. പിന്നെ അതേ ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പെരുംജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പയും മോനും കൂടെ ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ചാക്കോ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പോയിട്ട് വന്നപ്പം 3 പേർക്കും എന്തോ ഒരു സാധനം കൊണ്ട്, എന്താ പോപ്സോ അങ്ങനെ എന്തോ ഒരു സാധനത്തിൻ്റെ പേര് അവൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ അതും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാച്ചുവിനെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ പാച്ചുവും ഡിമ്പിളും ഉറങ്ങാൻ പോയേക്കാണ് കേട്ടോ. അവർക്ക് ഉറക്കം ഡിമ്പിളിന് 2 ദിവസമായിട്ട് ശരിയാവാഞ്ഞിട്ട് ആകെ. ഞാൻ ചോദിച്ചു ഇപ്പം മനസ്സിലായോ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമം? അപ്പോൾ പറഞ്ഞു ഇപ്പം മനസ്സിലായി, ശരിക്കും മനസ്സിലായി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയുമ്പോൾ അവർക്ക് കോമഡി ആയിരുന്നു. കാരണം ചാക്കോ ഒരു സമയത്തല്ല ഇപ്പോഴും രാത്രി ഉറക്കം അവന് വളരെ കുറവാണ്. അപ്പം ഒരിടയ്ക്ക് എനിക്ക് ഉറങ്ങിയ കാലം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം മുമ്പ് വരെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തൂങ്ങി നടക്കുമ്പോൾ ഇവർ ചോദിക്കും എന്താ ഇങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു ഇപ്പം മനസ്സിലാവുന്നുണ്ട്, നമുക്ക് ലെവലും ബോധം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് മമ്മിക്കും ഒരു മന്തിപ്പായിരുന്നു മൊത്തത്തിൽ. മമ്മിക്ക് 2-3 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആകെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മറ്റേ നമ്മുടെ ചോക്കോസ് പോലത്തെ എന്തോ ഒരു സാധനമാണത്. അപ്പോൾ ചാക്കോ കാണിക്കുന്നുണ്ട്. ചാക്കോൻ്റെ തെറിച്ച് പറഞ്ഞ് താഴെ പോയി, എന്നാലും വേണ്ടില്ല ഓടിപ്പോയി എടുത്തു കേട്ടോ. അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അപ്പം കറി പകുതിക്ക് വെച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വേഗം അവസാനിപ്പിച്ചാൽ ദോശ ചുടുന്ന ദിവസം ഞാൻ ആകെ പാനിക്കായിരിക്കും. കാരണം 8:30 തൊട്ട് ചുട്ട് തുടങ്ങിയാലേ ഞാനൊരു 9:15 ആകുമ്പോൾ ചുട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവരെ വിളിക്കുക കേട്ടോ. അപ്പോൾ സബോളയും അതൊക്കെ വഴണ്ട് വന്നപ്പോൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അഥവാ എരിവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് മമ്മിക്കുള്ള മുളക് ചമ്മന്തിയാണ്. കാരണം മമ്മി നോയമ്പായതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മമ്മിക്ക് വേറെ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പതിവ് പോലെ തെറ്റിക്കാണ്ട് പാത്രം വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം തൊട്ടുള്ള ചായപാത്രം തൊട്ടുള്ളതുണ്ട്. അങ്ങനെ അതൊക്കെ കഴുകി വെക്കാണ്. ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ശമനം ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഞാൻ
ഫോണിൽ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ നോക്കിയതാണ്. ഞാൻ എന്തപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയക്കുക, കാരണം എനിക്ക് അങ്ങനെ ആരും മെസ്സേജ് അയക്കാറില്ല. ബിസിനസ് ഫോണിൽ ഓക്കെ, ഇതെൻ്റെ പേഴ്സണൽ ഫോണായതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറില്ല. ആകെ വിളിക്കുക അമ്മേനെ അല്ലെങ്കിൽ ഡോൺ ചാറിനെ മാത്രമാണ്. അമ്മേനെ വിളിക്കുമ്പോൾ ഒബ്വിയസ്ലി അച്ഛനും സംസാരിക്കും. അപ്പോൾ വേറൊരു കോളിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഫോണിൻ്റെ കോൾ രജിസ്റ്റർ എടുത്ത കോമഡിയാണ്. ഡോൺ ചാട്ടൻ അമ്മ, ഡോൺ ചാട്ടൻ അമ്മ. അമ്മ വളരെ വിരളായിരിക്കും, കാരണം വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് അവസാനിപ്പിക്കാറാണ് പതിവ്. അപ്പം എൻ്റെ കോൾ രജിസ്റ്റർ നോക്കിയാൽ ഡോൺ ചാട്ടൻ ഡോൺ ചാട്ടൻ ഡോൺ ചാട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ മമ്മി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം മമ്മി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മമ്മിക്കും ഇങ്ങനെ BP ഷൂട്ടായോ എന്നിങ്ങനെ സംശയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വയ്യ, ഡിംപിളിന് ഈ പറഞ്ഞ പോലെ ഉറങ്ങാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി എന്നാൽ ഒരു അരമണിക്കൂർ ഉറങ്ങുക, അപ്പോഴത്തേനും ഓക്കെ ആവും, രാത്രി വേറെ ഉറങ്ങാം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും മമ്മി അവിടെ ഇങ്ങനെ മന്ദിച്ചിരുന്ന് അവസാനം എനിക്ക് തോന്നുന്നു ഒരു 8:30 ആയപ്പോൾ പോയി കിടന്ന് ഉറങ്ങി. കുറച്ച് നേരം, ഒരു അരമണിക്കൂർ. ഞാൻ പറഞ്ഞു ആ ഒരു 10 മിനിറ്റ് ഉറങ്ങിയാൽ അതൊരു ആശ്വാസമാണല്ലോ. അങ്ങനെ വീണ്ടും ആൾക്കാരെല്ലാം സ്പ്ലിറ്റ് ആയിപ്പോയി. അപ്പം ഞാൻ വേഗം ചമ്മന്തി അരച്ച് വെച്ചതാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും കറണ്ട് പോവുകയും വരികയൊക്കെയാണ്. അങ്ങനെ വേഗം പാത്രമൊക്കെ കഴുകി വെച്ചു. അപ്പോഴത്തേനും ഒരു ചീനിച്ചട്ടി വന്ന് ചാടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ. ഇപ്പോൾ സമയം എത്ര മണി? 8 മണിയായി. കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ ദോശ ചുട്ട് തുടങ്ങുള്ളൂ. ഇവിടെ മമ്മി ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും സിനിമ എന്തോ പുതിയത് വന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരും ഡാഡിയും മമ്മിയും ഡാഡിയും ഡോൺ ചാനും ഡിംപിളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അടുക്കള ഒതുക്കി മാറ്റി, കാരണം പാത്രങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പം കറക്റ്റ് 8:30 തൊട്ട് ഞാൻ ദോശ ചുട്ട് തുടങ്ങി. കാരണം എന്നാലും ഒരു 9 മണിയാകുമ്പോൾ എനിക്ക് ഇവരെ വിളിക്കാൻ പറ്റുള്ളൂ. ഇവർക്കെല്ലാം പേപ്പർ റോസ്റ്റാണ് ഇഷ്ടം. മമ്മിക്കും എനിക്കും മാത്രമേ തട്ടുദോശ ഇഷ്ടമുള്ളൂ. പണ്ട് ഞാനും പേപ്പർ റോസ്റ്റ് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായപ്പോൾ ഞാൻ തട്ടുദോശയായാലും ഞാൻ കഴിക്കും. എനിക്ക് ഇഷ്ടവും അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോരുത്തരെയും പോയി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ. ഇനി ഇങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം മമ്മി അവിടെ കിടന്നു. ഡോൺ ചേട്ടൻ സോഫയിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡാഡിക്ക് മാത്രമേ അനുസരണയുള്ളൂ. ഡാഡി വിളിച്ച വഴിക്ക് വരും കേട്ടോ. ബാക്കി എല്ലാവരും നമ്മളിങ്ങനെ വിളിച്ച് നടക്കണം. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം പോയി നോക്കുമ്പോഴും എല്ലാവരുടെയും പൊസിഷൻ മാറുന്നുണ്ട്. പിള്ളേരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ചാക്കോ ദോശ കണ്ട വഴിക്ക് ദോശ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കുട്ടിക്ക് മാത്രമേ കൃത്യനിഷ്ഠയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരുടെ 2 പേരുടെയും പുറകെ നമ്മൾ നടക്കണം. ഇവൻ അങ്ങനെയല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവൻ്റെ സമയമാകുമ്പോൾ അവൻ ഭക്ഷണം വന്ന് കഴിച്ചിട്ട് പോകും. അതൊരു വേറെ റെയർ പീസാണ്. അങ്ങനെ ഓരോ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇവർ കട്ടൻ കാപ്പി വെക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇത് എൻ്റെ ലാസ്റ്റ് ദോശയാണ്, എൻ്റെ ദോശയാണ്. ഇവരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാതിരിക്കുള്ളൂ. കാരണം എനിക്കല്ലെങ്കിൽ സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടില്ല. കാരണം ഇവരെന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരു BP ചെക്കിങ് മഹാമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിംപിളിനും ലോ എന്ന് പറഞ്ഞു, മമ്മിക്കും വയ്യ, ഇങ്ങനെ ആകെ മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ആർക്കും പ്രശ്നമില്ല, പ്രശ്നം എനിക്കാന്നുള്ളത് മനസ്സിലായത്. എനിക്ക് ഹൈ പ്രഷറായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കാണ് പ്രശ്നം, നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല, നിങ്ങളൊക്കെ വളരെ നോർമലാണ്. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അസുഖക്കാരൊന്നും അസുഖക്കാരല്ല, ഞാൻ അസുഖക്കാരിയുമായി കേട്ടോ. അത് പറഞ്ഞിട്ട് കുറേ ചിരിയും തമാശയും ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ മമ്മി ഇത് റിസൾട്ട് മീനുവിന് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മീനു ഉതുപ്പിന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോമഡി, അവസാനം കോമഡി എന്ന് പറഞ്ഞാൽ അട്ടർ കോമഡി ആയിട്ട് മാറി. ആ ഒരു BP ചെക്കിങ് സെറിമണി അങ്ങ് മാറി കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി ഒന്ന് വർത്താനം പറച്ചിലും തമാശയും. ഈ ചിരി നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും കാണില്ല ഡോൺ ചേട്ടൻ. അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ്സ് ആയിട്ട് തന്നെ ഇട്ടത് കേട്ടോ. അപ്പോൾ ഡാഡി ഇങ്ങനെ പറയാണ്, ഡാഡി പറയും ഇപ്പം എന്തായി എല്ലാവരും നോക്കിയിട്ട്. കാരണം ഞങ്ങളുടെ BP മെഷീൻ എപ്പോഴും കംപ്ലൈൻറ്റാണ്. അത്യാവശ്യം നോക്കാൻ വരുമ്പോൾ അത് വർക്ക് ചെയ്യില്ല. മമ്മി എപ്പോഴും ചീത്ത വിളിക്കും, പുതിയതൊരെണ്ണം വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാച്ചുവിൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ടായിരുന്നു പിള്ളേരുടെ കളി മൊത്തം. അവർ കാണാത്തൊരു സാധനമാണല്ലോ ഈ ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര പ്രിൻ്റഡ് ഒക്കെ ആയിട്ടുള്ളതും. അപ്പോൾ ഡാഡി ഡിംപിളിനോട് പറയാം, ദൈവത്തെ ഓർത്തൊന്നും പറയരുത്, ഡിംപിൾ പറയുന്നതൊക്കെ ചിലപ്പോൾ വലിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും എന്തേലും പറയണ്ട, എന്നെ വെറുതെ വിട്ടേര്, എന്നെ പറയല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പാച്ചു ഫുൾ സ്വിങ്ങിലാണ് കേട്ടോ. ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട്. എന്തായെന്ന് അറിയത്തില്ല, രാത്രി ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ളത് ഡിംപിളിനി എഴുന്നേറ്റ് വന്നാലേ ചോദിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അങ്ങനെ എല്ലാവരും ചിരിയും കളിയും കൂടി വരണം. അപ്പോൾ പാച്ചുവിന് ചെറിയൊരു ചവിട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ കരച്ചിലാണ് കേട്ടോ. ആദ്യം തൊട്ടേ പറയേണ്ടത് സ്റ്റെപ്പിൽ ഇരിക്കല്ലേ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഒരു തട്ട് കിട്ടിയപ്പോൾ ആ തട്ട് കിട്ടാൻ കാരണം ഒരു പൂമ്പാറ്റ് വന്നപ്പോൾ എല്ലാവരും ചിതറി ഓടിയതാണ് കേട്ടോ. പാച്ചു ഡബിൾ ഉഷാറായിട്ടുണ്ട്. ഇടയ്ക്ക് ഈ കാലുവേദന, അപ്പം ഞാൻ പറയും തൂമിനും ഇടയ്ക്ക് കാലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പിള്ളേർ വളരുന്ന ഒരു സമയമാണത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുളിയും ജപവും കഴിഞ്ഞ് വന്നപ്പോൾ ചാക്കോന് പെട്ടെന്നൊരു പനി. എന്താണെന്ന് അറിയത്തില്ല, അവനാകെ ഇതായി.
അങ്ങനെ എൻ്റെ കയ്യിൽ പെട്ടു. ഞാൻ തലയിൽ കെട്ടി തുണി പോലും അഴിക്കാണ്ട് കുളിച്ചിട്ട് വന്നിട്ട് അങ്ങനേ ഇരുന്നു. കാരണം ഈ സമയത്ത് ഞാൻ അയൺ ചെയ്യണം. അവൻ്റെ തൂങ്ങിന് നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ അല്ല എടുത്തു വെക്കണം, ബാഗ് എടുത്തു വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ നമ്മുടെ ചാക്കോൻ്റെ ഈ ഒരു സൈഡാകൽ എനിക്ക് വല്ലാത്തൊരു പണി തന്നു കേട്ടോ. പിന്നെ അതിനെ ആശ്വസിപ്പിക്കലായി ജോലി. കാരണം ഡോൺ ചേട്ടനും തോമും ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നേരത്തെ കിടത്തി ഉറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് രാവിലെ എഴുന്നേറ്റ് പോണം. അപ്പോൾ ആ ഒരു കരച്ചിലും പിടിച്ചിലും വേണ്ട, നേരത്തെ ഉറങ്ങിക്കോ, കാര്യം കഴിഞ്ഞില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10:45 ആയി വന്നപ്പം ചാക്കോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ചാക്കോ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ട്. ചാക്കോയ്ക്ക് ക്ഷീണം കാണില്ലല്ലോ. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം ഒക്കെ പറഞ്ഞ് അവൻ ഉറങ്ങണ്ടേ. പക്ഷെ അവൻ്റെ കൂടെ കിടന്ന് ഞാൻ ഉറങ്ങി എന്നുള്ളതാണ്. കാരണം നമ്മൾ അത്രയ്ക്കും ടയേർഡാണ്. രാവിലെ തൊട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ എനിക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആകെ മൊത്തം ജഗപൊകയായിരുന്നു. അപ്പോൾ കട്ടിൽ കണ്ട് അവനെ ഉറക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉറങ്ങിപ്പോയി. ഇനി ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് റെഡിയാക്കാം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ മനസ്സിനോട്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഞാൻ എല്ലാം രാത്രിയേ ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാം ഞാൻ നേരത്തെ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ അത് ഫ്ലോപ്പ് ആകുമ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളും നടക്കില്ലല്ലോ. അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ ചാക്കോനെ ഒരു വിധത്തിൽ മരുന്നൊക്കെ മരുന്ന് പനിയാണെങ്കിൽ അവൻ മേടിച്ച് കുടിക്കും കേട്ടോ തോന്നിയാൽ. അതൊക്കെ കുടിച്ചിട്ട് ഞാൻ അവനെ കിടത്തി ഉറക്കമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ തലയിലെ തുണി അഴിക്കാൻ പറ്റാഞ്ഞിട്ടൊരു രസം ഉണ്ടായിരുന്നില്ല. നനഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ കൂടെ കിടക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെയുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.